21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ കണ്ടിരുന്നോളൂ, അമേരിക്കൻ ഇമ്പീരിയലിസം 2050 ആകുമ്പോഴത്തിന് തകർന്ന് തരിപ്പണമാവും. യാതൊരു സംശയവും വേണ്ട. അതൊക്കെ തകരും. ബ്രിട്ടൻ ഇമ്പീരിയലിസം തകരും, റോമൻ ഇമ്പീരിയലിസം തകരും, അതൊക്കെ തകരും. എല്ലാ തിട്ടൂരങ്ങളും അടുത്തവസാനിക്കും. അതിൻ്റെ അടയാളങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇബ്ലീസിൻ്റെ ശക്തികളില്ല. ഇബ്ലീസിൻ്റെ ശക്തി അന്ത്യനാൾ വരെ നിലനിൽക്കും. മൽഊനായ ഇബ്ലീസ്, ഉറക്കെ പറ, മൽഊനായ ഇബ്ലീസ്. എല്ലാവരും തകരും. അവന്റെ പ്രതിനിധിയായ ദജ്ജാലിനെ പോലും ഈസാ നബി കൊല്ലും, എന്നാൽ ഇബ്ലീസിനെ വധിക്കുകയില്ല. ഈ ഭൂമിയിലെ അന്ത്യനാൾ വരെയുള്ള ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അല്ലാഹു നമ്മളെ ഇൽമിനെ നാഫിയാക്കി തരട്ടെ. ഒരൊറ്റ ഏരിയയിൽ മാത്രമേ ശൈത്താൻ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുള്ളൂ. അനങ്ങാൻ ശൈത്താന് പറ്റൂല. ആ അടിമയെ അടുത്ത് വരാൻ ശൈത്താനെ ഉള്ള സമ്മതിക്കൂല. ഇന്ന എന്റെ അടിമകളുടെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാവുകയില്ല. അവർ എന്നെ ഏൽപ്പിക്കും, എന്നെ തവക്കുലാക്കും, പിന്നെ തൊടാൻ പറ്റൂല. നിസ്കാരത്തിൽ ശൈത്താൻ കയറും, നോമ്പിൽ കയറും. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? എന്തിൽ കയറൂല? തവക്കുലാക്കി കഴിഞ്ഞാൽ പിന്നെ പ്രൊട്ടക്റ്റഡ് ആണ്. അതാ ഞാൻ പറഞ്ഞത്, അടിമയെ അടിമയാക്കുന്നത് പറയേ തവക്കുലാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കൂടുതൽ വർത്താനം പറയേണ്ട ആവശ്യമില്ല. ഇതാണ് നിങ്ങൾ ഇന്ന് ഏൽപ്പിച്ച വിഷയത്തിൻ്റെ ടോട്ടൽ. ഇതാണ്, അതന്നെയാണ് അടിമ. ഉടമക്കാരനെ ഏൽപ്പിച്ച ഈ ലോകത്തെ എല്ലാവരും കൂടി ആ അടിമയെ എതിർത്താലും തൊടാൻ പറ്റൂല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. എൻ്റെ അടിമകൾ നിന്റെ അടിമകളല്ല. ശൈത്താനെ, നിന്റെ അടിമകളല്ല. നിന്റെ അടിമകളെ എന്തും ചെയ്തോ, നിന്റെ അടിമകൾ. അവരെ പ്രത്യേകത, അവരെല്ലാ കാര്യം ഏൽപ്പിക്കും, പിന്നെ തൊട നിനക്ക്. ലൈസ ലക അലൈഹിം സുൽത്താൻ, ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണ് ഇബ്ലീസ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്കക്കല്ല, ബ്രിട്ടനല്ല, ഇബ്ലീസിനാണ് ലഅനത്തുല്ലാഹി അലൈഹി. അവൻ്റെ വസീറിന് കണക്കില്ല, അവൻ്റെ ഫൗജിന് കണക്കില്ല. എന്താണ് ബർമുഡ ട്രയാങ്കിളുടെ രഹസ്യം? ഇബ്ലീസിൻ്റെ കേന്ദ്രമാണ് ലഅനത്തുല്ലാഹി. എൻ്റെ മുകളിൽ ഒരു വിമാനം പറഞ്ഞാൽ വലിച്ചു താഴത്തെ കിടും. ഇന്ന് വരെ ബർമുഡ ട്രയാങ്കിളിൻ്റെ മുകളിൽ ഒരു വിമാനം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? അവൻ്റെ അധികാരം ഒരു ഏരിയയിൽ, വെള്ളത്തിൽ ഒരു ഏരിയയിൽ അള്ളാഹു തആല നിശ്ചയിച്ചു കൊടുത്തതാണ്, തൊടാൻ പറ്റൂല. മനസ്സിലാവുണ്ട് നിങ്ങൾക്ക് പറഞ്ഞത്? ലോകത്തെ അത്ഭുതകരമായ രഹസ്യമാണ് എന്ത്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിൾ. അറിയില്ലേ? പറ, അറിയൂലേ? അത് ആരുടെ കേന്ദ്രമാണ്? ഇബ്ലീസ്. ലോകത്ത് ഇങ്ങനെയൊക്കെ മനുഷ്യൻ പുരോഗമിച്ചിട്ടും ബർമുഡ ട്രയാങ്കിളിനെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, കഴിയൂല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ചിന്തിക്ക്. ഈ ലോകത്തെ ഏറ്റവും വലിയ ശക്തി അമേരിക്ക അല്ല, അതൊക്കെ ദുർബലമാകും. 21-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ കണ്ടിരുന്നോളൂ, അമേരിക്കൻ ഇമ്പീരിയലിസം 2050 ആകുമ്പോഴത്തിന് തകർന്ന് തരിപ്പണമാവും. യാതൊരു സംശയവും വേണ്ട. അതൊക്കെ തകരും. ബ്രിട്ടൻ ഇമ്പീരിയലിസം തകരും, റോമൻ ഇമ്പീരിയലിസം തകരും, അതൊക്കെ തകരും. എല്ലാ തിട്ടൂരങ്ങളും അടുത്തവസാനിക്കും. അതിൻ്റെ അടയാളങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇബ്ലീസിൻ്റെ ശക്തികളില്ല. ഇബ്ലീസിൻ്റെ ശക്തി അന്ത്യനാൾ വരെ നിലനിൽക്കും. മൽഊനായ ഇബ്ലീസ്, ഉറക്കെ പറ, മൽഊനായ ഇബ്ലീസ്. എല്ലാവരും തകരും.
അവന്റെ പ്രതിനിധിയായ ദജ്ജാലിനെ പോലും ഈസാ നബി കൊല്ലും എന്നാൽ ഇബ്ലീസിനെ വധിക്കുകയില്ല. ഈ ഭൂമിയിലെ അന്ത്യനാൾ വരെയുള്ള ഏറ്റവും വലിയ ശക്തിയാണ് ഇബ്ലീസ്. കൊടാന 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 കോടി സന്നാഹങ്ങളാണ് ഇബ്ലീസിനുള്ളത്. പക്ഷേ ആ സന്നാഹങ്ങളെല്ലാം കൊണ്ടുവന്നാലും മുത്തവക്കിലായ ഒരു അടിമയെ തൊടാൻ കഴിയുകയില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. اللهم اجعلنا منهم 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 اللهم اجعلنا من المتوكلين اللهم اجعلنا من المتوكلين اللهم اجعلنا من المتوكلين اللهم الذين مدحت بكلامك يا الله جعلنا من المتوكلين الفائزين في الدارين آمين برحمتك يا رب ارحم الراحمين. إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. ഖുവൈലിദിന്റെ മകൾക്ക് 5 വഖ്ത് നിസ്കാരത്തിന്റെ ആവശ്യമില്ല. ഖുവൈലിദിന്റെ മകൾക്ക് 5 വഖ്ത് നിസ്കാരം വേണ്ട. എന്തുകൊണ്ട്? സ്വന്തം മകള് മുതൽ മുഴുവനും സ്വന്തം ആരോഗ്യവും സൗന്ദര്യവും ആഭിജാത്യവും തറവാടിത്തവും ധനവും സർവസ്വവും അല്ലാഹുവിന് വേണ്ടി ഖുറൈശികളിലെ യതീമിന്റെ മുന്നിൽ സമർപ്പിച്ചവളാണ് ഖദീജ. ഖദീജക്ക് ഒരിക്കലും 5 വഖ്ത് നിസ്കാരത്തിന്റെ ആവശ്യമില്ല. നിസ്കാരം വരുന്നതിന് മുമ്പ് ഖദീജ മരിച്ചെങ്കിൽ എന്ത്? നോമ്പ് വരുന്നതിന് മുമ്പ് ഖദീജ മരിച്ചെങ്കിൽ എന്ത്? ആരാ ഖദീജ? ഭൂമി കണ്ട അമ്പിയാക്കൾ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മുത്തവക്കിലയാണ് ഖദീജ. ഖദീജയെ മറികടക്കാൻ ഒരാൾക്കും കഴിയുകയില്ല. വആയിശതു ലമ്മ ദഅത് അഫ്ളലിയതൻ തഗയ്യറ വജ്ഹുൽ മുസ്തഫ. ഒരിക്കൽ ആയിഷ ബീവി പറഞ്ഞു, നബിയുടെ ഭാര്യമാരിൽ മഹദി ഞാനാണ്. തഗയ്യറ വജ്ഹുൽ മുസ്തഫ. 5 വഖ്ത് നിസ്കാരം നോമ്പും എല്ലാം കൂടെ ഉണ്ടായി നടന്നിരുന്ന ആയിഷ ബീവി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്ത്? ഞാനാണ് നബിയുടെ ഭാര്യമാരിൽ മഹദീൻ. തഗയ്യറ വജ്ഹുൽ മുസ്തഫ. നബിയുടെ മുഖം തന്നെ മാറിപ്പോയി. ആയിഷ ബീവി പേടിച്ചു. ആയിഷ ബീവി അള്ളാഹിനോട് ദ്വാരുന്നു, അല്ലാഹ് ഈ എങ്ങാനും നബിയുടെ ദേശം അടക്കി കഴിഞ്ഞാൽ പിന്നെ മരണം വരെ ഖദീജയെ പറ്റി ഞാൻ നല്ലതല്ലാതെ ഒന്നും പറയൂല എന്ന് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ. وعائشة لما ادعت أفضلية تغير وجه المصطفى طهر وأحمر. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. നബിയുടെ ഭാര്യമാരിൽ മഹദി ഞാനാണ് എന്ന് വാദിച്ച ആയിഷയെ റസൂൽ കുറ്റപ്പെടുത്തി. മുത്ത് മുഹമ്മദ് മുസ്തഫ നോക്ക് ആയിഷക്ക് 5 വഖ്ത് നിസ്കാരമില്ല, ഖദീജക്ക് 5 വഖ്ത് നിസ്കാരമില്ല. നിസ്കാരം വരുന്നതിന് മുമ്പ് 5 വഖ്ത് നിസ്കാരമില്ല. ഉദുവത്തൻ വാശിയ രാവിലെയും വൈകുന്നേരം ഓരോ നിസ്കാരം ഉണ്ടായിരുന്നു. അന്ന് ഒരു സിമ്പിൾ നിസ്കാരം. ആ നിസ്കാരം മാത്രമേ ആര് നിസ്കരിച്ചിട്ടുള്ളൂ? പറയും മനുഷ്യന്മാരെ. നോമ്പ് തീരല്ല ഖദീജ ബീവിക്ക്. പക്ഷേ ഈ ലോകത്തെ ഖദീജയേക്കാൾ മഹദി ഒരാൾ വേറുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ ഈമാനിന്റെ കമാലിയത്തിൽ നിന്ന് പുറത്തു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. പിൽക്കാലത്ത് റസൂലുള്ളാഹിക്ക് ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇദാ വളിബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടാൽ സ്വഹാബികൾ ആരെങ്കിലോ അല്ലെങ്കിൽ ഭാര്യമാരാരെങ്കിലോ മെല്ലെ പോയിട്ടുണ്ട് ഫഖാനു യംദഹൂന ഖദീജത്തുൽ കുബ്ര. ഖദീജ ബിയെ പറ്റി മദഹ് അങ്ങനെയാണ് പറയും. മനസ്സിലായില്ല? റസൂലുള്ള എപ്പോഴെങ്കിലും ദേഷ്യപ്പെട്ടിരിക്കുന്നത് സ്വഹാബികൾ കാണുകയാണെങ്കിൽ സ്വഹാബികൾ മെല്ലെ പോയിട്ട് ഖദീജ ബീവി ഉണ്ടായ കാലത്ത് അങ്ങനെയായിരുന്നു, ഖദീജ ബീവി ഉണ്ടായ കാലത്ത് എന്നായിരുന്നു, അങ്ങനെ പറയുമ്പോൾ ഫതബസ്സമല്ലാഹിക്കൻ അങ്ങനെ ചിരിക്കും. മനസ്സിലായില്ല? അപ്പം കുട്ടികൾക്കുണ്ടല്ലോ മിഠായി കൊടുത്തിട്ട് ശീലം നന്നാക്കണ്. അന്നതുപോലെ റസൂലുള്ളാഹിന്റെ ശീലം നന്നാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നതാണ് എന്ത്? മദ്ഹു ഖദീജ. ഖദീജാന്റെ മദ്ഹു പറയാം റളിയല്ലാഹു അൻഹ. ഖദീജാന്റെ അപ്പുറം ഒരാളെ റസൂൽ ഇഷ്ടപ്പെടില്ല. സല്ലല്ലാഹു മുത്ത് മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്കറിയോ ഒരു സംഭവം? മക്ക പിടിച്ചടക്കാൻ വേണ്ടി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? ജന്നത്തുൽ മുഹല്ലയിൽ ഖദീജാബിയുടെ വീട്ടിൻ്റെ പരിസരത്ത് ടെൻറ്റ് കെട്ടി പാർത്തു. എന്തേലും വീട്ടിൽ പാർക്കഞ്ഞു? അവിടെ ഒന്നും റസൂലുള്ള പാർത്തില്ല.
ഖബറിനടിയിൽ ഖദീജ കിടക്കുന്നതിന്റെ തൊട്ടടുത്ത് ടെന്റ് കെട്ടി പാർത്തു മുഹമ്മദ് മുസ്തഫ. എന്തിനു വന്നപ്പോ? ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ്, ഫതഹിന് വന്നപ്പോ. എന്തുകൊണ്ട്? എന്താ ഖദീജാന്റെ പ്രത്യേകത? 5 വക്ത് നിസ്കാരമല്ല, നോമ്പല്ല, ശനിയാഴ്ച വെള്ളിയാഴ്ച വ്യാഴാഴ്ച നോമ്പല്ല, റമദാൻ തന്നെ എല്ലായിടത്തും പിന്നെ തിങ്കളാഴ്ച ഉണ്ടാവും. നിങ്ങളിവിടെ അല്ലേ? നിങ്ങൾ സ്ഥലത്തില്ലേ? റമദാൻ നോമ്പന്നെ അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഉണ്ടാവും. അതൊന്നുമല്ല ഖദീജാന്റെ പ്രത്യേകത. ഖദീജാന്റെ മുത്തവക്കിലത്താണ്, ഭയങ്കര തവക്കുല. മദീനയിൽ ആയിരക്കണക്കായ അൻസാരിങ്ങൾ ചെയ്തതാണ് മക്കായിൽ ആര് ചെയ്തത്? ആര് ചെയ്തത്? അപ്പൊ ഖദീജ ബീവിയാണ് തവക്കുല്. എന്നെ എന്തും കൊടുക്കും അള്ളാഹ്ക്ക് വേണ്ടി, ഒരു പ്രശ്നമില്ല, എന്തു സഹിക്കും അള്ളാഹ്ക്ക് വേണ്ടി. ആ മുമ്മിനാണ് നെറ്റിമ താമ്പല്ല. നെറ്റിമ താമ്പിട്ടൊന്നും സ്വർഗ്ഗത്തിൽ കിടക്കൂല, തലമ താമ്പുണ്ടാവണം. നെറ്റിമ്പ ഏത് കളനും താമ്പുണ്ടാവും, തലമ മുമ്മിനിങ്ങൾക്ക് താമ്പുണ്ടാവുള്ളൂ. ഒരു മണിക്കൂർ അള്ളാഹുവിനെ പറ്റി ചിന്തിക്കുന്നതും 1000 റക്അത്ത് നിസ്കരിക്കുന്നതും നോക്കിയാൽ 1 മണിക്കൂർ അള്ളാഹുവിൽ ചിന്തിക്കുന്നതിനാണ് കൂലി ഉണ്ടാവുക. അള്ളാഹു തൗഫീഖ് തരട്ടെ. വളരെ നാട്യങ്ങളൊക്കെ നിർത്തിക്കളി മനുഷ്യന്മാരെ. നാട്യം അവസാനിക്കാനായി, നാട്യത്തിൻ്റെ കാലം കഴിഞ്ഞു ചെയ്തു. ഒരു നിലക്ക് നരേന്ദ്രമോദി വന്നത് നന്നായി എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ BJP എന്നൊന്നും വിചാരിക്കണ്ട. കുറച്ച് നാടകങ്ങൾ അവസാനിക്കുമല്ലോ എന്നതാണ് എൻ്റെ സന്തോഷം. നാട്യങ്ങളൊക്കെ ഇനി അവസാനിക്കാൻ പോവുകയാണ്. നാടകങ്ങൾ അവസാനിക്കും, ഈമാൻ അവസാനിക്കൂല. ഈമാൻ ഒരു കാലത്ത് അവസാനിക്കൂല, നാടകം അവസാനിക്കും. ഇനി പുറത്ത് ഞാൻ നിങ്ങൾക്ക് വേറെ രഹസ്യം പറഞ്ഞുതരാം. മൊത്തം മനുഷ്യരെയും അള്ളാഹ് അബ്ദ് എന്ന് പറയില്ല, മുത്തവക്കിലിന് മാത്രമേ അബ്ദ് എന്ന് പറയുള്ളൂ. ഇങ്ങോട്ട് നോക്ക്, മുത്തവക്കിലിന് മാത്രമേ അബ്ദ് എന്ന് പറയുള്ളൂ, തവക്കിലുള്ളവനെ അബ്ദ് എന്ന് പറയുള്ളൂ. ഖുർആൻ ആകെ തൊപ്പി നോക്കിയാൽ മൊത്തം മനുഷ്യരെ അബ്ദ് എന്ന് പറയണില്ല, മുത്തവക്കിലിൻ്റെ മാത്രം പെറുക്കിയെടുക്കാൻ കഴിയും. ഞാൻ സ്ഥലം പറഞ്ഞുതരാം. അള്ളാഹുവിൻ്റെ റസൂലാണ് ലോകത്തെ ഏറ്റവും വലിയ മുത്തവക്കിൽ, മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്തെ ഏറ്റവും വലിയ തവക്കുലുള്ള ആളാണ് ആര്? മുഹമ്മദ് മുസ്തഫ. അള്ളാഹിൻ്റെ ഒരു സൃഷ്ടിയായ മനുഷ്യനാണ് മുഹമ്മദ് മുസ്തഫ. അള്ളാഹിൻ്റെ സൃഷ്ടിയായ മനുഷ്യനാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി. രണ്ടാളെയും കൂടി പറയേണ്ട ഒരു സ്ഥലത്ത് റസൂലുള്ളാഹിനെ മാത്രം അബ്ദ് എന്ന് പറഞ്ഞ് അബൂജഹലിനെ അബ്ദ് എന്ന് പറഞ്ഞതല്ല. ഞാൻ സ്ഥലം പറഞ്ഞുതരാം. أرأيت الذي ينهى أرأيت الذي ينهى أرأيت الذي ينهى عبدا إذا صلى أرأيت الذي ينهى. ഒരുത്തനെ കണ്ടില്ലേ, അവൻ തടയാൻ നടക്കുക. അബ്ദൻ, എൻ്റെ അബ്ദിനെ, ഇതാ സല്ല, എൻ്റെ അടിമ നിസ്കരിക്കുമ്പോൾ. അല്ലദീ എന്ന് പറഞ്ഞു, ഒരുത്തൻ എന്ന് പറഞ്ഞു. ആരെ? അബൂജഹലിനെ. അബ്ദ് പറഞ്ഞു മുത്ത് മുഹമ്മദ് മുസ്തഫാനെ. അപ്പൊ എല്ലാവരും അള്ളാഹ് അബ്ദായി അംഗീകരിക്കൂല. മുത്തവക്കിലാണെങ്കിൽ അള്ളാഹ്ക്ക് വിട്ടുകൊടുത്താലേ അള്ളാഹ് സ്വീകരിക്കുള്ളൂ. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒക്കെ ഇരുകാലികളാണ്. ഇരുകാലിയായതെന്ന് വിചാരിച്ച് എല്ലാവരും അള്ളാഹു അബ്ദെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഇന്ന ഇബാദി, എൻ്റെ അടിമകൾ എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ അള്ളാഹിൻ്റെ അടിമകളെ കൂട്ടത്തിൽ 2 ജാതിയുണ്ട്, മനുഷ്യന്മാരെ കൂട്ടത്തിൽ 2 ജാതിയുണ്ട്. അടിമകളുണ്ട്, അടിമകളുണ്ട്, അടിമകള് അല്ലാത്തവരുണ്ട്. മനസ്സിലായില്ല? അള്ളാഹിൻ്റെ സൃഷ്ടി മനുഷ്യന്മാരെ കൂട്ടത്തിലേ 2 സൈസ് ഉണ്ട്. അടിമകളുണ്ട്, അടിമ അല്ലാത്തവരുണ്ട്. മനുഷ്യന്മാരെ ഇബ്ലീസ് ആക്രമിക്കും, അടിമകളെ ആക്രമിക്കൂല. അപ്പോൾ മനുഷ്യന്മാർ മൊത്തം ആരല്ല? പറയും മനുഷ്യന്മാരെ. അഹ്റാഫിന്റെ തൊട്ടടുത്ത് അഹ്റാഫ് സൂറത്തിലുണ്ട്, ഫുമ്മല ആത്തി അന്നഹും മിൻ ബൈനി ഐദീഹിം വമിൻ ഖൽഫിഹിം വഅൻ അയ്മാനിഹിം വഅൻ ശമായിലിഹിം. മനുഷ്യന്മാരുടെ അടുത്തേക്ക് ഞാൻ മുന്നിലൂടെയും വരും, പിന്നിലൂടെയും വരും, വലത്തൂടെയും വരും, ഇടത്തൂടെയും വരും. ആരുടെ അടുത്തേക്ക്? മനുഷ്യന്മാരുടെ അടുത്തേക്ക്. ഇപ്പുറത്തേക്ക് താഴെ സൂറത്തിലുണ്ട് അടിമകളുടെ അടുത്തേക്ക് വരാൻ പറ്റൂല. അപ്പൊ മൊത്തം മനുഷ്യനും ആരല്ല? അടിമകളല്ല, മുത്തവക്കിൽ മാത്രമാണ് അടിമ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അള്ളാഹു ഇതൊക്കെ വളരെ ചിന്തിക്കണം, ഇതൊക്കെ ചിന്തിക്കണം. തവക്കുലാണ് ദീന്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല. എത്ര വലിയ ആളാണെങ്കിലും ലേശർ കമ്മി വന്നാൽ അള്ളാഹു ഉടൻ ഒഴിവാക്കും. വലിയ ആളാണ് സയ്യിദന സുലൈമാൻ. സയ്യിദന സുലൈമാൻ
ഒരു രാത്രി തൻ്റെ ഭാര്യമാരുടെ അടുത്തേക്ക് പോയപ്പോൾ ദർബാറിലെ ആളുകളോട് സുലൈമാൻ ഇങ്ങനെ പറഞ്ഞു അലൈഹിസ്സലാം, സയ്യിദുനാ സുലൈമാൻ, ലതൂഫന്ന ഹാദിഹി ലൈല അലാ മിഅത്തി ഇംറഅതി, ഇന്ന് ഞാൻ എൻ്റെ ഭാര്യമാരിൽ 100 ഭാര്യമാരെ ഈ രാത്രി ഞാൻ സമീപിക്കും. എന്നിട്ട് ഈ 100 ഭാര്യമാരും തഹ്മിലു കുല്ലു വാഹിദിൻ മിൻഹുന്ന, ഈ 100 ഭാര്യമാരും ഈ രാത്രി ഞാൻ സമീപിക്കും. ഒരു മുഅ്ജിസത്ത് സയ്യിദുനാ സുലൈമാൻ. ഉറക്കെ പറ സയ്യിദുനാ സുലൈമാൻ. ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇല്ലെങ്കിൽ ഞങ്ങളോട് അറിയില്ല. 100 ഭാര്യമാരുടെ അടുത്തേക്ക് ശാരീരികമായി ബന്ധപ്പെടാൻ വേണ്ടി സുലൈമാൻ നബി പോവുക എന്ന് പറഞ്ഞാൽ അത് അത്ര കേൾക്കാൻ സുഖമുള്ള വർത്താനൊന്നുമല്ല, ലേശര അശ്ലീലതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഹദീസൊക്കെ പറയേണ്ടിയിരുന്നല്ലോ. അത് ബുഖാരിയിൽ എഴുതി വെച്ചാൽ പിന്നെ നമുക്ക് പറയാലോ, ബുഖാരിയിൽ എഴുതിയപ്പോൾ നമുക്ക് പറയാലോ. അതിനെ പറ്റിയാണല്ലോ പറയണത്. ഞാനൊരു ഹദീസ് പറഞ്ഞപ്പോൾ എൻ്റെ പള്ളിക്കത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, നിങ്ങൾ ഈ ജാതി ഹദീസൊന്നും പറയില്ല ഉസ്താദേ. അപ്പോൾ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങൾ മഹ്ശറിൽ നിന്ന് നബിനെ കാണുമ്പോൾ പറഞ്ഞോണ്ട് നിങ്ങൾ ഈ ജാതി ഹദീസൊന്നും പറയേണ്ടിയിരുന്നില്ല, കാരണം നബി പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ പറയേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ പിന്നെ മറച്ച കുറ്റം ഉണ്ടാവുമല്ലോ. അള്ളാഹു തആല കാത്തി രക്ഷിക്കട്ടെ. മുത്തുനബി പറയാണ്, ഈ ഹദീസ് സ്വഹീഹുൽ ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ദിവസം സയ്യിദുനാ സുലൈമാൻ പറയാണ്, ഞാൻ ഇന്ന് എൻ്റെ 100 ഭാര്യമാരെ ശാരീരികമായി ബന്ധപ്പെടും. എന്നിട്ട് 100 ഭാര്യമാർ ഗർഭം ധരിക്കും. എന്നിട്ട് 100 ഭാര്യമാർ പ്രസവിക്കും. ഗിൽമാനൻ, നല്ല നല്ല ആൺകുട്ടികളെ, ഫർസാനൻ, കുതിരപ്പുറത്ത് മിന്നാൻ കഴിയുന്ന, യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അവര് യോഗ്യന്മാരായ മക്കളായി വളർന്നിട്ട് യുവാക്കളായിട്ട് എൻ്റെ കൂടെ അള്ളാഹ്ക്ക് വേണ്ടി യുദ്ധത്തിന് പോരും എന്ന് സയ്യിദുനാ സുലൈമാൻ. എന്നിട്ട് ദർബാറിൽ ഭാര്യമാരുടെ അടുത്തേക്ക് ഇറങ്ങിയപ്പോൾ ഫജാഅഹുൽ മലക്കു മിൻ വറാഇ, ബേക്കിലൂടെ മലക്ക് വന്നിട്ട് സുലൈമാൻ നബിയോട് പറഞ്ഞു, യാ സുലൈമാൻ ഖുൽ ഇൻഷാ അല്ലാഹ്, ഖുൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹ് വിട്ട് പറഞ്ഞാളാ, അള്ളാഹ് വിചാരിച്ചാൽ നടക്കും പറഞ്ഞാളാ, ഖുൽ ഇൻഷാ അല്ലാഹ്. ഫനസിയ സുലൈമാൻ അൻ യഖൂല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ സുലൈമാൻ നബി മറന്നുപോയി. ഫമാ ഹമലത്ത് വാഹിദത്ത് ഇല്ല വാഹിദ, 100 പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒറ്റ പെണ്ണ് മാത്രമേ ഗർഭം ധരിച്ചുള്ളൂ. ആ പെണ്ണ് പ്രസവിച്ചത് നിസ്വ ഇൻസാനിൻ, ഒരു വികലാങ്ങനെ, ഒരു പങ്കിട്ട് കൊടുക്കാം. മനസ്സിലായില്ല? വികലാംഗ പങ്കുണ്ടായിരുന്നു പണ്ടത്തെ കാലത്ത്. ഒരു വികലാങ്ങനെ കുതിരപ്പുറത്ത് മിന്നാൻ കഴിയുന്ന 100 കുട്ടികളെ പ്രസവിക്കും എന്ന് പറഞ്ഞു ആര്? സുലൈമാൻ നബി. അപ്പം ഈ ബേക്കിലൂടെ മലക്കും എന്നാണ് പറഞ്ഞു. ഖുൽ ഇൻഷാ അല്ലാഹ്, ഒരു ഇൻഷാ അല്ലാഹ് കൂടി പറഞ്ഞാണ് സുലൈമാൻ അലൈഹിസ്സലാം. പക്ഷെ പറഞ്ഞില്ല. പിന്നെ പ്രസവിച്ചതോ ഒരു ഭാര്യ മാത്രമേ ഗർഭം ധരിച്ചുള്ളൂ. ആ ഭാര്യ ഗർഭം ധരിച്ച് പ്രസവിച്ചതോ കുതിരപ്പുറത്തേക്ക് എടുത്തു വെക്കേണ്ടി വരും, അവിടുന്ന് ഇങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഒരു ഉരുള, മനസ്സിലാവേണ്ട പറഞ്ഞത്, ഒരു കയ്യും കാലും പൂർത്തിയായിട്ടില്ലാത്തൊരു കുട്ടിയെ. ആരുടെ കുട്ടി? സയ്യിദുനാ സുലൈമാൻ. ഉറക്കം പറ സയ്യിദുനാ സുലൈമാൻ. എൻ്റെ ഇവിടെ പ്രശ്നം അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തതിൽ ചെറിയൊരു വിഷമമുണ്ടായി. മറന്നുപോയി. മുതവക്കിൽ തന്നെയാണ്, പക്ഷെ മറന്നുപോയി. ഫനസിയ അൻ യഖൂല ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറയാൻ മറന്നുപോയി. ആര്? സയ്യിദുനാ സുലൈമാൻ. ആരാ സുലൈമാൻ? ആകാശത്തൂടെ അള്ളാഹിൻ്റെ അത്ഭുതം കാട്ടിയ ആളാ സയ്യിദുനാ സുലൈമാൻ. പക്ഷെ ഏതൊരാളെയും തവക്കുലിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അള്ളാഹു വിട്ടാളും. അള്ളാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പം നമ്മൾ ചിന്തിക്കണം. ചിന്തിക്ക്. തവക്കുലുള്ള ആൾക്ക് തിരിച്ചും വരും. അത്ര വലിയ നബിയൊന്നുമല്ല യൂശായ്. ഉറക്കെ പറ. യൂശ അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാൻ നബിയെ പോലെ അറിയപ്പെട്ട നബിയൊന്നുമല്ല സയ്യിദുനാ യൂശായ്. പക്ഷെ അദ്ദേഹം അമാലിക്ക ഗോത്രത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി അരിഹ പട്ടണത്തിലേക്ക് പോയ സംഭവം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. മനസ്സിലായില്ല? ചെങ്കടൽ തീരത്ത് ഒരു പട്ടണമുണ്ട്. മെഡിറ്ററേനിയന്റെയും ചെങ്കടലിന്റെയും ഇടയിൽ, ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 200 ചില്ലാനം മീറ്റർ സീ ലെവലിൽ നിന്ന് അടിയിലാണ് ആ പട്ടണം. ഞാൻ ആ പട്ടണത്തിൽ പോയിട്ടുണ്ട്. മനസ്സിലാവേണ്ട പറഞ്ഞത്, ചെങ്കടലിന്റെയും മെഡിറ്ററേനിയന്റെയും ഇടയിലാണ് ആ പട്ടണം. ഇപ്പോൾ ജെറീക്കോ എന്ന് പറയും. ഇംഗ്ലീഷിലൊക്കെ ജെറീക്കോ എന്നടിച്ചാൽ നെറ്റിൽ അടിച്ചാൽ കിട്ടും ജെറീക്കോ. ഈ ജെറീക്കോ പട്ടണത്തിലേക്ക് യുദ്ധത്തിന് പോയി BC 13-ാം നൂറ്റാണ്ടിൽ സയ്യിദുനാ യൂശായ് അലൈഹിസ്സലാം. BC 13-ാം നൂറ്റാണ്ടിൽ, മൂസാ നബിയുടെ ശേഷം സുലൈമാൻ നബിയുടെ മുമ്പ്. BC 10-ാം നൂറ്റാണ്ടിലാണ് സയ്യിദുനാ ദാവൂദും സുലൈമാനും അലൈഹിസ്സലാത്തു വസ്സലാം. BC 13-ാം നൂറ്റാണ്ടിൽ അവിടേക്ക് യുദ്ധത്തിന് പോയി ആര്? സയ്യിദുനാ യൂശായ് അലൈഹിസ്സലാത്തു വസ്സലാം. അദ്ദേഹം അരിഹ പട്ടണത്തിലേക്ക് യുദ്ധത്തിന് പോയിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കവേ ഫകാദത്തി ശംസു അൻ തഗ്റുബ, സൂര്യൻ അസ്തമിക്കാനായി പോയി. വകാന അലൈഹി സ്വലാത്തുൽ അസ്രി, അദ്ദേഹത്തിന് അസ്ർ നിസ്കാരം നിർബന്ധമായിരുന്നു. ഫമാ സല്ല, യുദ്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് നിസ്കരിക്കാൻ നേരം കിട്ടിയില്ല. നിങ്ങൾ ഇതിന്റെ കൂടെ വരണം കേട്ടോ. എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു? വകാന അലൈഹി സ്വലാത്തുൽ അസ്രി, അദ്ദേഹത്തിന് അസ്ർ നിസ്കാരം നിർബന്ധമായിരുന്നു. പക്ഷെ യുദ്ധത്തിൽ ഏർപ്പെട്ടതുകൊണ്ട് എന്തിനു കഴിഞ്ഞില്ല? അസ്ർ നിസ്കാരം കഴിഞ്ഞില്ല.
പക്ഷേ കാദത്തി ശംസു അം തഗ്റുബ, ചക്രവാളത്തിൽ തൊട്ടില്ല എന്ന രൂപത്തിലേക്ക് എത്തി എന്ത്? സൂര്യൻ. ആസ്ട്രോണമിയുടെ കണക്കനുസരിച്ച് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ആണ് സൂര്യനിലേക്ക്. എത്ര? ആസ്ട്രോണമിയുടെ കണക്കനുസരിച്ച് ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ. ഞാൻ ഇന്ത്യ അപ്പുറം ഉണ്ടാവുമെന്ന് അറിയില്ല. 970 ആസ്ട്രോണമി പറഞ്ഞിരുന്നത് 9,40,00,000 എന്നാണ്. ഇപ്പോഴാണ് അത് നാസ മാറ്റിയത്. മനസ്സിലായില്ല? എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ സയൻസ് പഠിച്ചിരുന്ന കാലത്ത് 9,40,00,000 കിലോമീറ്റർ എന്നാ പറഞ്ഞിരുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക്. എന്നാൽ ഇപ്പോൾ നാസ പറയുന്നത് 15 കുറവടാണ്. മനസ്സിലായോ പറഞ്ഞത്? ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ ഉണ്ട്. എത്ര? എവിടേക്ക്? സൂര്യനിലേക്ക്. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാനായി. അപ്പോൾ ഫഖാല യൂഷ പറഞ്ഞു, ഖിഫി മാ സ്വല്ലൈതുൽ അസ്റ, ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടില്ല, അവിടെ കയറും. ഫവഖഫത്തി ശംസു, സൂര്യൻ നിന്നോടുത്തു എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ? അതൊരു വിശ്വാസമാണ്. ഞാൻ പറഞ്ഞ സൂര്യൻ നിൽക്കും. അതിന് മാത്രം ഞാൻ ഉണ്ട്. നിൽക്കവിടെയാണ്, അവിടെ കയറും. ഞാൻ എൻ്റെ പണിയും തീർക്കട്ടെ. ഈ ഹദീസിൽ ആധുനിക പണ്ഡിതന്മാർ പഠനം നടത്തിയിട്ട് പറയാണ്, 5.5 മണിക്കൂറെങ്കിലും പിന്നെയും യുദ്ധം ചെയ്തു. ആര്? യൂഷ നബി. അതായത് അമാലിക്ക ഗോത്രത്തെ അരിഹയിൽ നിന്ന് പൂർണ്ണമായും പുറത്താക്കാൻ 5.5 മണിക്കൂർ വേണ്ടി വന്നു എന്ന് ഈ ആയത്തിന്റെ ഈ ഹദീസിന്റെ പുതിയ വ്യാഖ്യാനത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് പിൽക്കാലത്തെ പണ്ഡിതന്മാർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 5.5 മണിക്കൂർ വീണ്ടും യുദ്ധം ചെയ്ത് അമാലിക്ക ഗോത്രത്തെ അരിഹ പട്ടണത്തിൽ നിന്ന് പുറത്താക്കി എന്ന് കഴിഞ്ഞിട്ട് ഫസ്വല്ലൽ അസ്റ, അദ്ദേഹം അനുയായികൾ വന്നിട്ട് എന്ത് ചെയ്ത്? അസ്ർ നിസ്കരിച്ച്. ഫഖാല ശംസി, എന്നിട്ട് സൂര്യനോട് പറഞ്ഞു ഫഗുരിബി, ഇന്നെ അസ്തമിച്ചോ. ഫഗുർബത്തി ശംസു, അപ്പോഴാ സൂര്യൻ അസ്തമിച്ചത്. ഈ സംഭവം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? ആളാരാ? മുത്തവക്കിൽ പറഞ്ഞ സൂര്യൻ കേൾക്കും, മുത്തവക്കിൽ പറഞ്ഞ ചന്ദ്രൻ പിളരും. ദീൻ എന്ന് പറഞ്ഞാൽ തവക്കുലാണ്. അടിമയുടെയും ഉടമയുടെയും ഇടയിൽ താല്പര്യങ്ങളില്ലാതിരിക്കുക. അടിമക്കാരുടെ താല്പര്യം മാത്രമേ ഉള്ളൂ, ഉടമ അത് മാത്രം. അതാണ് ദീന്. ദീന് നിസ്കാരമല്ല, ദീന് മുമ്പല്ല, ഇതൊന്നുമല്ല. ദീന് എന്ന് പറഞ്ഞാൽ അതാണ്. ഇതൊക്കെ ദീനിൽ പെടുന്നേ ഉള്ളൂ. വളരെ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇത് തന്നെ. അപ്പോൾ ആയത്ത് 2 ഒന്നായി. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. ഈ ആയത്തും വഅലാ റബ്ബിഹിം യതവക്കലൂൻ, തവക്കുലാണ് അവസാനിച്ചത്. ഇവിടെ അങ്ങനെ തന്നെ. ഇവിടെ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. ഈ ആയത്ത് ഇസ്രാ ആണ്. ഇസ്രാഇന്റെ നേരെ താഴെ ഏതാണ്? അൽ കഹ്ഫ. 7 ആളുകൾ കയറി, 7 ആളുകൾ ഗുഹയിൽ കയറിയിട്ട് തവക്കുലിയ, പടച്ചോനെ കാര്യം എന്നെ ഏൽപ്പിച്ചു, ഇനി നീ ശരിയാക്കി തരണം. ഒറ്റ ഉറക്കം. പിന്നെ അവർ ഉണരാൻ 309 കൊല്ലം എടുത്തു. അവർ മുത്തവക്കീലങ്ങളാണ്. അവരെ പൂട്ടാൻ കൊല്ലാൻ ഉദ്ദേശിച്ച രാജാവ് മരിച്ചിട്ട് പിന്നെയും 300 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഉറക്കം ഉണരുന്നത്. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഇത് നിഷേധിച്ച കാഫിറാവും. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ കാഫിറാവും. എന്തുകൊണ്ട്? 300 സിനീന പറയേ, 300 സിനീന വസ്ദാദു 309 കൊല്ലം എന്ന് ഖുർആൻ പറഞ്ഞ. 309 കൊല്ലം ഗുഹയിലാണ് കിടക്കുന്നത്. അള്ളാഹുവിനെ ഏൽപ്പിച്ചു ഒറ്റ ഉറക്കം. 309 കൊല്ലം. എന്നിട്ട് ഉറക്കം എണീറ്റു. അതാ വലിയ രസം. ഉറക്കം എണീറ്റിട്ട് വാദപ്രതിവാദ. ഉറക്കം എണീറ്റിട്ട് കം ലഭിത്തും, എത്ര ഇപ്പം നമ്മൾ ഉറങ്ങിയത്? അപ്പൊ മറ്റൊരു അറിയാം ലഭിസിന യോമൻ, ഒരു ദിവസം ഉറങ്ങിയിട്ടുണ്ടാവും. മറ്റൊരു അറിയില്ല ബാള യോമീൻ, ഒരു ദിവസം ഫുള്ളൊന്നും ഉണ്ടാവില്ല, കുറച്ച് നേരം. വാദപ്രതിവാദ. എന്ത് കഴിഞ്ഞിട്ട് പറയും മനുഷ്യന്മാരെ? ഉറക്കം കഴിഞ്ഞിട്ട്. നമ്മളെ നാട്ടിലൊക്കെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന ചില സമരം പണിയാക്കി നടക്കുന്നവരുണ്ട് നമ്മുടെ നാട്ടിൽ. അവർ 1-2 ദിവസം നിരാഹാര സത്യാഗ്രഹം കടന്നാൽ തന്നെ പിന്നെ സർക്കാർ ആ വിഷയം പിൻവലിച്ചാൽ ആദ്യം അവരെ കൊണ്ടുപോയിട്ട് നാരങ്ങനീര് കൊടുത്തിട്ട് പിന്നെ വെന്റിലേറ്ററിൽ പിന്നെ ഗ്ലൂക്കോസിലിടും. നിങ്ങളുണ്ടോ ആവോ? നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? പറയും മനുഷ്യന്മാരെ. പിന്നെ അവരെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നറിയോ? പിന്നെ അവരെ ഗ്ലൂക്കോസ് കൊടുക്കും, പിന്നെ അവർക്ക് കഞ്ഞിവെള്ളം കൊടുക്കും, ബിരിയാണി ഒന്നും കൊടുക്കൂല. കാരണം അവർ നിരാഹാരം കടന്നു. എത്ര 2 ദിവസം എന്നാ പറയണേ. അതിൻ്റെ ഇടയ്ക്ക് വായക്ക തിന്നോന്ന് അല്ലാഹു ആലം. പഴയകാലത്തൊക്കെ പറയും ടോർച്ചിനുള്ളിലൊക്കെ വായക്കാക്കി കൊണ്ടുപോയി കൊടുക്കുന്നു. അല്ലാഹു ആലം. അതിൻ്റെ ഇടയിൽ വായക്ക തിന്നിനൊന്നും അറിയില്ല. എന്നാൽ തന്നെ ഇവരെ ഗ്ലൂക്കോസിലിടും.
ഇത് 350 കൊല്ലേ 309 കൊല്ലേ കടന്ന് അങ്ങനെ ഉറങ്ങി, തിന്നിട്ടില്ല. ഒരു കല്ലി പൊന്താത്തല്ലേ മീനി വളാത്ത ശിമാലി അങ്ങോട്ടും ഇങ്ങോട്ടും അള്ളാഹുത്തല അങ്ങനെ തിരിച്ചും മറിച്ചും കിടത്തി അങ്ങനെ ഉറങ്ങി എണീറ്റ് വാദപ്രതിവാദം. പിന്നെ പറഞ്ഞു, ഈ കൂട്ടത്തിൽ ആരെങ്കിലും പോയി പൈസ എടുക്കി, ആരെങ്കിലും താഴെ പോയിട്ട് പട്ടണത്തിൽ പോയി ഭക്ഷണം കൊണ്ടുവരി. ഭക്ഷണത്തിന് പോയി. അങ്ങനെ മുക്സൽമീന റളിയല്ലാഹു എന്ന് പറ, അവര് ഭക്ഷണത്തിന് പോകാൻ ഒരുങ്ങിയപ്പോ ബാക്കിയുള്ള 6 ആള് പറയണേ, എന്താ പറയണ അറിയോ? അങ്ങനെ ഭക്ഷണത്തിനാണ് പോയിട്ട് കിട്ടിയ ഭക്ഷണം മുഴുവനും കൂടി ഒന്നും ഭാരണ്ട. നല്ല ഭക്ഷണം അങ്ങാടി കിട്ടുമെങ്കിൽ കൊണ്ടുവന്നാൽ മതി, ഇല്ലെങ്കിലോ വേണ്ട, നമുക്ക് അത്ര വലിയ വിഷമൊന്നും ഇല്ലല്ലോ. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് പറയും മനുഷ്യന്മാരെ. നമ്മളിപ്പോ ഒരു 4-5 മണിക്കൂർ നോമ്പ് വെച്ചിട്ടാണ് സമൂസന്റെ നേരായ മതിയെന്ന് വിചാരിക്കുന്നത്. അങ്ങാടിക്ക് പറഞ്ഞേച്ച് അപ്പോ പിന്നെ പറഞ്ഞ മകൻ അവിടുന്ന് ഫോൺ ചെയ്ത്, ബാപ്പാ സമൂസ നല്ല ഉഷാറിൽ സമൂസ ഉണ്ടാക്കണേ, ഹൈദർ കാക്കാന്റെ സമൂസയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ രാഘവന്റെ അവിടെ ഉണ്ടാണ്. ഏത് രാഘവനാണല്ല മമ്മത്തനെ നമ്മള് സാധനം വായിക്കും മനുഷ്യന് നേരെ പോയിന്ന് പറയാം. അവിടെ രാഘവനും മമ്മത്തനൊന്നും ഇല്ല, സാധനം വാങ്ങിക്കോ, മനുഷ്യന് പള്ളിയിലാകെ ബേജാറിലാണ് എന്ന് പറയാം. ഇത് 309 കൊല്ലം കഴിഞ്ഞിട്ട് ഇവര് പറഞ്ഞ വർത്താനുണ്ട്. ഫൽ യൻളുർ, ഭക്ഷണത്തിന് പോണവൻ വലിച്ചു വാരിട്ട് പോരണ്ട, ഭക്ഷണം ഇല്ലെങ്കിൽ നമുക്കൊരു വിഷമമില്ല. ഫൽ യൻളുർ, അവൻ നോക്കട്ടെ, അയ്യുഹ അസ്കാ ത്വഅമൻ, എവിടെയാണ് നല്ല ഭക്ഷണം കിട്ടുന്നത് നോക്കിയിട്ട് കൊണ്ടുവന്നാൽ മതി. വല്യതലത്തഫ്, അതേപോലെ തന്നെ അവൻ ശ്രദ്ധിച്ചു പോരണം. പട്ടാളം ഉണ്ടെങ്കിൽ ഭക്ഷണം വാങ്ങാനും പോന്നാലും മതി, കാരണം നമ്മളെ പട്ടാളം കാണാൻ പാടില്ല. അപ്പോൾ തിന്നുന്നതിനേക്കാൾ പ്രധാനം എന്താണ്? ഹലാലും സുരക്ഷിതത്വവും. എത്ര കൊല്ലം കഴിഞ്ഞ് 309 കൊല്ലം. ഇവരാരാ? മുത്തവക്കിലീങ്ങൾ. അള്ളാഹു തൗഫീഖ് തരട്ടെ, ഉറക്കെ പറ, അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇതുപോലത്തെ ഒരു ഹദീസും ഈ സമുദായത്തിലുണ്ട്. ദജ്ജാൽ വരുന്നതിൻ്റെ തൊട്ട് മുമ്പുള്ള വർഷം 3 വർഷങ്ങളിൽ ലോകത്ത് ക്ഷാമം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അന്ന് ആർക്ക് ക്ഷാമം ഉണ്ടാവും? മുസ്ലിം രാജ്യങ്ങളിൽ ക്ഷാമം ഉണ്ടാവും, മറ്റു രാജ്യങ്ങളിലല്ല. മുസ്ലിം രാജ്യങ്ങളിൽ ക്ഷാമം ഉണ്ടാവും. മുസ്ലിം രാജ്യങ്ങളിൽ ഭയങ്കര ക്ഷാമം ഉണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ആ കാരണങ്ങൾ മിനിഞ്ഞാന്ന് ഈ വിഷയത്തിലൊരു പ്രഭാഷണം ഞാൻ കോഴിക്കോട് ഒരു ടൗൺ ഹാളിൽ നടത്തിയിട്ടുണ്ട്. അതിലെൻ്റെ വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യത്ത് ക്ഷാമം ഉണ്ടാവുന്നത് വിശദീകരിക്കാൻ സമയമില്ല. ഇവിടെ അപ്പോൾ റസൂലുള്ളാഹിനോട് സ്വഹാബികൾ ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വഹാബികൾ പറയാണ്, എൻ്റെ പിന്നെ മനുഷ്യന്മാരിങ്ങനെ പിന്നെ കായ്ക്കനികളൊന്നും പിന്നെ ഉണ്ടായിട്ടില്ലെങ്കിൽ, ക്ഷാമം ഉണ്ടായാൽ, മഴ പെയ്തിട്ടില്ലെങ്കിൽ എങ്ങനെ മനുഷ്യന്മാർ ജീവിക്കുക ഭക്ഷണം കഴിക്കാതെ? അപ്പോൾ ഹബീബാ നബി പറയും, വഹും യഈശൂന സനതൻ കാമില بالتسبيح والتحميد والتكبير والتهليل والتكبير سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم. മുഹദ്ദിൻ ശൈഖ് റളിയല്ലാഹു അൻഹു ഊണം ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ട് കാലം പുറത്ത് നടന്നവർ എന്ന് പറയുമ്പോഴത്തേന് ഇവിടെ പല ആളുകൾക്കും വയറിളുക. ഒരു കൊല്ലമൊക്കെ അങ്ങനെയാണ് തിന്നാതെ അടക്കാൻ കഴിയുമെന്ന്. ഒരു മുഹദ്ദിൻ ശൈഖ് മാത്രമല്ല, അവസാന കാലത്ത് മൊത്തം മുഅ്മിനീങ്ങൾ മുഹദ്ദിൻ ശൈഖിനെ പോലെ ആവുന്ന അപ്പറിൻ്റെ അർത്ഥം. ഈ ഹദീസ് ഇബ്നു മാജ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സിയാഉ സിത്തയിലുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല, നിശ്ചയിച്ച പണി ഞാൻ എടുക്കും. എൻ്റെ കയ്യിൽ ഹദീസ് ഉണ്ട്, ബേജാറാവണ്ട. വളരെ ചിന്തിക്ക്. എന്തുകൊണ്ട്? മുതവക്കിലീങ്ങളാണ്. മുതവക്കിലേക്ക് തിന്നും വേണ്ട, ചിലപ്പോൾ തിന്നാതി ജീവിക്കും. അൽക്കഫിൽ ഞാൻ തിന്നാത്തവരെ കാണിച്ചു തന്നു. അവരൊന്നുമില്ലെങ്കിൽ നമ്മളൊന്നോ. അവരാരാ? ഈസാ നബിയുടെ സമുദായം. നമ്മളാരാ? ഉമ്മത്ത് മുഹമ്മദ്. മനസ്സിലായില്ല? അൽക്കഫ് കയറിയവരാരാ? പറയും മനുഷ്യന്മാരെ, 4-ാം നമ്പറിൻ്റെ അനുയായി. നമ്മളോ 1-ാം നമ്പർ. പറ മനുഷ്യ, തിന്നാതെ 309 കൊല്ലം ജീവിച്ചതാരാ? 4-ാം നമ്പറിൻ്റെ അനുയായി. നമ്മളോ 1-ാം നമ്പറിൻ്റെ അനുയായി മുഹമ്മദ് മുസ്തഫ. 4-ാം നമ്പറുകാരൻ്റെ അനുയായിക്ക് 309 കൊല്ലം തിന്നാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ 1-ാം നമ്പറിന് അനുയായിക്ക് 1000കണക്കിനായ കൊല്ലങ്ങൾ കഴിയില്ലേ? മനസ്സിലായോ പറഞ്ഞത്? ഇതിനെ ബേജാറാണ്. ഇത് ഖുർആനാ. ഹദീസാണെങ്കിൽ കൂട്ടക്കാർക്ക് പറയാം ലൈഫാണ്. ഖുർആനെ ലൈഫാക്കണ മെഷീൻ ഇറങ്ങിയിട്ടില്ല, ചിലപ്പോൾ അടുത്തിറങ്ങും. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീല.
إن عبادي ليس لك عليهم سلطان وكفى بربك وكيلا. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. മുഅ്മിന്റെ പ്രത്യേകത തവക്കുലാണ്. ബദരീങ്ങളുടെ പ്രത്യേകത തവക്കുലാണ്. ഉഹദീങ്ങളിൽ കുറച്ചാളുകൾക്കൊരു ഡൗട്ട് ഉണ്ടായി. നമ്മളെ കാണാതെ റസൂലുള്ള ഗനീമത്ത് ഓരി വെച്ചിട്ട് നമുക്ക് കിട്ടാതിരിക്കുമെന്ന് ചെറിയൊരു കമ്മി ഉണ്ടായി കുറച്ചാളുകൾക്ക്. എന്തിൽ? തവക്കുൽ. ആദ്യമാണ് കിട്ടി. മുസ്ലിമങ്ങൾക്ക് നബി ഇരിക്കും പാടിയിട്ട് എന്തിൽ കമ്മിയായി? തവക്കുൽ കമ്മിയായി. ബദറിലും നബിയുണ്ട്, പറേ ഉഹദിലും നബിയുണ്ട്. ബദറിൽ ഒരു പിടി മണ്ണ് വാരിട്ട് ബദരീങ്ങളെ രക്ഷിച്ച്. ഉഹദിൽ എന്തേ മണ്ണ് കിട്ടൂലായിരുന്നു? ഉഹദിൽ ഇതിൽ കള്ളന്മാരുണ്ട്, അവരെ രക്ഷിക്കള്ളല്ല. നിങ്ങൾ എൻ്റെ കൂടെ അല്ല. എന്തേ പറഞ്ഞത് മനസ്സിലായോ? പറയും മനുഷ്യന്മാരെ. ബദറിൽ ഒരു പൊടി മണ്ണ് വാരി ഇങ്ങനെ ഇട്ട് ശത്രുക്കളൊക്കെ കണ്ണിൽ മണ്ണായി. എന്തേ? ഉഹദിൽ അതിനേക്കാൾ പൊടി മണ്ണ് കിട്ടും. ഞാൻ ബദറിലും പോയിട്ടുണ്ട്, ഉഹദിലും പോയിട്ടുണ്ട്. ഉഹദിൽ അത്ര പൊടി മണ്ണ് ബദറിലില്ല. ബദറിൽ ഉരുളങ്കല്ല് കുറച്ച് കൂടും. നിങ്ങളിവിടെ ഉണ്ടോ? നിങ്ങളിവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾ ബദറിൽ പോയിട്ടില്ലേ? ബദറിലാണ് പിന്നെയും മണ്ണെടുക്കാൻ ബുദ്ധിമുട്ട്. ഉഹദിൽ ഭയങ്കര പൊടി മണ്ണാണ്. എന്തേ? ഒറ്റ പെണ്ടാടാ എൻ്റെ കുട്ടികളെ സ്വീപ്പാക്കണം, ഒറ്റ ഇറങ്ങും എൻ്റെ കൊടുത്തുടനോ. 300 ചില്ലാനം മാത്രമേ ഉള്ളൂ ബദറിൽ. എന്നിട്ട് നബിക്ക് രോമത്തമ്മ തൊട്ടില്ല. കാരണം ഒക്കെ മുത്തവക്കീലീങ്ങളാണ്. ഉഹദിൽ ആയിരക്കണക്കായ ആളുകളുണ്ട്. എന്നിട്ട് നബിൻ്റെ മുന്നും പൊട്ടി പല്ലും പൊട്ടി. കാരണം എന്തോട്? തവക്കുലില്ലാത്ത കുറച്ചാളുകൾ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങൾക്ക് തിരിഞ്ഞോ ആവോ? ഇതിൻ്റെ അപ്പുറഞ്ഞ് ചക്കുമ തിരിക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇതാണ് ദീന്. ദീന് ഏറെ നെറ്റിമ തയമ്പുണ്ടാക്കലല്ല. അതുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടക്കുള്ളൂ. ദീന് നമ്മ തവക്കുലാണ്. ദീന്